ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ. ഇന്നത്തെ മാർക്കറ്റ് എന്താണ് നോക്കാം. ഓക്കെ, ഇന്ന് ഗോൾഡ് മാർക്കറ്റ് ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ? യെസ് 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 യെസ്. കുറച്ച് ആൾക്കാർ എല്ലാവരും ഗോൾഡ് ചാർട്ട് എടുത്തു. ഗോൾഡിൽ നമുക്കിപ്പോ ഓക്കെ സ്ക്രീൻ കാണുന്നുണ്ട്. ഗോൾഡിൽ നമുക്കിപ്പോ നിലവിലൊരു എൻട്രി, ഇന്നാരെങ്കിലും ഗോൾഡിൽ ട്രേഡുകാരൊക്കെ എടുത്തിട്ടുണ്ടോ? പുതിയ ആൾക്കാരുണ്ട് ഇതില്? നമ്മളെ ഫസ്റ്റും സെക്കൻഡ്, ഇത് നമ്മളെ നാലാമത്തെ സെക്ഷനാണ് ഇന്ന്. ഫസ്റ്റും സെക്കൻഡും തേർഡൊന്നും അറ്റൻഡ് ചെയ്യാത്തവരുണ്ടോ ഇതില്? ഫസ്റ്റും സെക്കൻഡും തേർഡൊന്നും അറ്റൻഡ് ചെയ്യാത്തവരുണ്ടോ ഇല്ലയോ? ഫസ്റ്റ് ആണോ എന്ന കാര്യങ്ങൾ പറയല്ല അവര്. ചാറ്റിൽ പറയാ. സ്കൈ പൊന്തിക്കുന്ന കാണുന്നുണ്ട്. ഓക്കെ, നമ്മള് ഫസ്റ്റ് ദിവസം ഡെമോ അക്കൗണ്ട് എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടായിരുന്നു. ഓക്കെ, സെക്കൻഡ് ഓക്കെ ഒരു ഡെമോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഒരു സെക്കൻഡ് എൻട്രി എടുക്കാനുള്ള ഒരു ചാൻസ് ഇവിടെ ഉണ്ട്. ഈ ഒരു എൻട്രിയിൽ സെക്കൻഡ് എൻട്രി ഇവിടെ വന്നു, ഇവിടുന്ന് മാർക്കറ്റ് എക്സിറ്റ് ആകാൻ പറഞ്ഞു, ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് എന്താണ് ഓക്കെ ഡൗൺ ട്രെൻഡിലേക്കുള്ള ഒരു കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ ഇവിടുന്ന് ഒരു എൻട്രി ഒക്കെ ചെറിയ രീതിയിൽ ഒക്കെ റിസ്ക് കുറവാണ്. 2% റിസ്ക് വെച്ചുകൊണ്ട് നമുക്കൊരു ചെറിയൊരു എൻട്രി, അതായത് 2% റിസ്ക് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ എന്താക്കാം, ഇവിടെ ഒരു എൻട്രി നമുക്ക് എന്താക്കാം പ്ലേസ് ചെയ്യുക. അതായത് ഇവിടെ ഒരു സപ്പോർട്ട്, അതായത് ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് വന്നതുകൊണ്ടാണ് നമുക്കൊരു എൻട്രി എടുക്കുക എന്നുള്ളത് പറഞ്ഞത്. ഈ ഒരു പോയിന്റിൽ തന്നെ ഓക്കെ ചെറിയ ഒരു എൻട്രി ആണ് ഞാനിപ്പോ ഇവിടെ എന്താക്കുന്നത്. 0.2 ഒരു ചെറിയ എൻട്രി നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. ചെറിയ രീതിയിലുള്ള ഒരു എൻട്രി ആണ് 0.2. മാറുന്നില്ലല്ലോ. നമുക്ക് ചെറിയ രീതിയിൽ എൻട്രി നമുക്ക് ഇവിടെ എന്താക്കാം എടുക്കാം. ചെറിയ രീതിയിലൊരു എൻട്രി ആണ് നമ്മളിവിടെ എന്താക്കേണ്ടത്, പ്ലേസ് ചെയ്യേണ്ടത്. നമുക്ക് ഇന്നത്തെ ഒരു $5 ആണ് നമുക്ക് ടാർഗറ്റ് ഉള്ളത്. നമ്മളിവിടെ എല്ലാവരും ഒരു ഡെമോ അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരു ഡെമോ അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇവിടെ ചെറിയൊരു എൻട്രി നമുക്ക് എന്താക്കാം, മാർക്കറ്റിൽ സെൽ ഓർഡർ എന്നാക്കാം, ചെറിയ എൻട്രി എടുക്കാം. ചെറിയൊരു സെൽ എൻട്രി ഇവിടെ പ്ലേസ് ചെയ്യാം. ചാറ്റിൽ വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചാറ്റിൽ വരാം. എല്ലാവരും ചാറ്റിൽ വരാം. ചാറ്റിൽ വരാം. നമുക്ക് ചാറ്റിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. വോയിസ് ഓക്കെ ആണല്ലോ എല്ലാവർക്കും? നമുക്ക് ഇവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്ത് തന്നെ തുടങ്ങാന്ന് വെച്ചിട്ടാണ്. വോയിസ് ഓക്കെ ആണ് എല്ലാവർക്കും? ഓക്കെ ആണ്. ഇന്ന് എൻട്രീസും കാര്യങ്ങളും ആരെങ്കിലും എൻട്രീസ് എടുത്തിട്ടുണ്ടായിരുന്നു? ഗോൾഡിൽ ഏതിലെങ്കിലും എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും? ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് ഇറങ്ങുന്നുണ്ട്. എൻട്രി പ്ലേസ് ആക്കാൻ പറ്റുന്നില്ല, ഒരു പ്രശ്നമാണ് ഇവിടെ കാണുന്നത്. എനിക്ക് എൻട്രി ഇന്ന് ജോയിൻ ആകാൻ പറ്റിയുള്ളൊരു ഓക്കെ ഇന്ന് ജോയിൻ ആയ ഒരു പുതിയ ബാച്ച്, അതായത് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അവർ ഓൾറെഡി
നിങ്ങൾ ഓൾറെഡി രണ്ട് സെക്ഷൻ രണ്ട് റെക്കോർഡ് സെക്ഷൻ ഓൾറെഡി ഇത് നമ്മൾ നാലാമത്തെ സെക്ഷനാണ് ഇന്ന്. ഓൾറെഡി രണ്ട് സെക്ഷൻ ഓൾറെഡി നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക, അതായത് പുതിയതായി ജോയിൻ ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാര്യങ്ങൾ വാച്ച് ചെയ്യുക. ഇവിടെ നമുക്കിപ്പോൾ ഒരു എൻട്രി സ്ട്രോങ് സെല്ല് വന്നു, അത് വീണ്ടും സപ്പോർട്ട് എടുത്ത് ഇവിടെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു എൻട്രി ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് വന്നത് കൊണ്ടാണ് ഈ രണ്ടാമത്തെ എൻട്രി, രണ്ട് സ്ട്രോങ് സപ്പോർട്ട് ഇവിടെ വന്നു അപ്പില്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു എൻട്രി ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ എൻട്രി എടുക്കാം. ചെറിയ എൻട്രി ആണ് ഇവിടെ ഞാൻ പ്ലേസ് ചെയ്തത്. നമുക്ക് ഇന്നത്തെ ഡെയിലി നമ്മുടെ ടാർഗറ്റ് $5 ആണല്ലോ ടാർഗറ്റ്. ഫസ്റ്റ് ജോയിൻ ചെയ്തവർ ആദ്യം ഇൻഡിക്കേറ്ററിൽ പോവുക, ആ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്യുക. ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തതിന് ശേഷം എന്താക്കുക, നമ്മൾ ഇന്ന് എടുക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതായത് ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ 3 സെക്ഷൻ എൻട്രി എടുത്ത പ്രൈസ് മാർക്കറ്റിൽ തന്നെ എൻട്രി എടുക്കുക. പ്രൈസ് ലിമിറ്റിലല്ല, 43.76 മാർക്കറ്റിൽ എൻട്രി എടുക്കുക. മാർക്കറ്റ് ഇറങ്ങി വരുന്നുണ്ട്, എൻട്രി മാർക്കറ്റിൽ തന്നെ കൊടുക്കുക. പ്രൈസ് ലിമിറ്റിലിട്ട് അടിക്കൊന്നും വേണ്ട, നേരെ സെല്ല് കൊടുക്കുക, മാർക്കറ്റിൽ എൻട്രി എടുക്കുക. അപ്പൊ ബോക്സ് ഒക്കെ പോസിറ്റീവ് ആണ്, ബിയറിഷ് ആണ്. അതായത് 15 മിനിറ്റിലും ഇപ്പം മാർക്കറ്റ് ബിയറിഷ് ട്രെൻഡ് തന്നെയാണ്, ബുള്ളിഷ് അല്ലതാ. 15 മിനിറ്റിലും ബിയറിഷ് തന്നെയാണ് മാർക്കറ്റ്, അലൈൻഡ് ആണ്. ഇപ്പൊ 15 മിനിറ്റിൽ ഒരാൾ ട്രേഡ് എടുക്കുന്നെങ്കിൽ ഓക്കെ, ട്രേഡ് എടുക്കാൻ പറ്റും, അലൈൻഡ് ആണ്. 15 മിനിറ്റും 5 മിനിറ്റും മാർക്കറ്റ് അലൈൻഡ് ആണ്. ട്രേഡ് ഇത് സ്ട്രോങ് ആണ്, എടുക്കാൻ പറ്റും. ഈ ട്രെൻഡ് ട്രേഡ് എടുക്കാം. അതേപോലെ ഇവിടെ ഓക്കെ, നമ്മൾ ഇന്നലെ പഠിച്ച ഒരു കാര്യമുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ. നമ്മളെ ബോക്സിൽ നമ്മൾ ഇതിൽ പഠിച്ചൊരു കാര്യമുണ്ട്, എന്താണെന്നുള്ളത് നമ്മളെ യൂസർ മാനുവൽ. അതായത് ബിയറിഷിലേക്ക് വരുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് ആവേണ്ടത്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ് മാർക്കറ്റ്, നോ പ്രോബ്ലം. വോളിയം പ്രഷർ ഉണ്ട്, കുഴപ്പമില്ല. വെയിൽ ആക്ട് സ്റ്റാബിൾ ആണ്, പോസിറ്റീവ് തന്നെയാണ്. റിസ്ക് 2% ഉണ്ട്. ഈ ട്രേഡിൽ റിസ്ക് 2% ഉണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട് 2% റിസ്ക് ഉണ്ട്. സേഫ്റ്റി ഗാർഡ് സെക്യൂർ ആണ്, കുഴപ്പമില്ല. അത് ബുള്ളിഷിനും ബിയറിഷിനും സെക്യൂർഡ് ആണെങ്കിൽ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഇവിടെ Z സ്കോർ എന്താണ്, മൈനസ് തന്നെയാണ്, പോസിറ്റീവ് തന്നെയാണ്. ഓക്കെ, റൈസിംഗ് റിസ്ക്, മാനിലേക്ക് മാർക്കറ്റ് പോകില്ല, റിസ്ക് ആണ്. ട്രാപ്പ് ഒന്നുമില്ല, വാലിഡ് ആണ്. എൻട്രി എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഇന്നത്തെ ടാർഗറ്റ്. അപ്പൊ ഇന്ന് പുതിയത് എത്ര പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യാനുണ്ടെന്ന് ചാറ്റിൽ വരാം. എത്ര ആൾക്കാരാണ് പുതിയതുള്ളതെന്ന്. ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന എത്ര പേരാണ് ഇപ്പൊ ഈ സെക്ഷനിലുള്ളത്? ഫസ്റ്റായി ഇന്ന് ജോയിൻ ചെയ്യുന്ന എത്ര പേരാണ് സെക്ഷനിലുള്ളത്? ഒന്ന് ചാറ്റിൽ കൈവന്തിക്കുക, അല്ലെങ്കിൽ ഒന്ന് ചാറ്റിൽ വരാം. യെസ്, ചാറ്റിൽ വരാം. ഓക്കെ, കുറെ ആൾക്കാർ കൈ പൊന്തിക്കുന്നത് കാണുന്നുണ്ട്. 3 പേരാണ് ഇപ്പോൾ പുതിയതായിട്ടുള്ളത്. നിങ്ങൾ ഓൾറെഡി നമ്മളെ സെക്ഷൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു? റെക്കോർഡ് സെക്ഷൻസും കാര്യങ്ങളും ഓൾറെഡി ഉള്ള 2-3 സെക്ഷൻസ് നമ്മൾ സ്റ്റാഫ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടാവും. അത് കണ്ടിട്ടുണ്ടായിരുന്നു സെക്ഷൻ എന്താണെന്നുള്ളത്. ചെറിയൊരു ബ്രീഫ് തരാം. 95% ഇവിടെ നമ്മളെ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തു. ഫസ്റ്റ് സെക്ഷൻ ജോയിൻ ചെയ്തവർ ടൂളും കാര്യങ്ങളൊക്കെ ആക്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഈ സോഫ്റ്റ്വെയറിന്റെ ആക്സസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഫസ്റ്റ് സെക്ഷനിൽ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, അതായത് ഓക്കെ ഇന്ന് ഇത് കണ്ടിന്യൂ ചെയ്യുക, നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഉള്ള കഴിഞ്ഞ പോയ 3 ഇതുണ്ട് മൊഡ്യൂൾസ്, അതായത് സെക്ഷൻസ് ഉണ്ട്. അത് ഒരു 1 അവറിന്റെ സെക്ഷനാണ്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, എന്താണ് സിസ്റ്റം കാര്യങ്ങൾ ഏകദേശം ഐഡിയ കിട്ടും. ഇപ്പൊ ബാക്കിയുള്ള എല്ലാവരും നമ്മളെ നാലാമത്തെ സെക്ഷനാണിത്. അപ്പോൾ അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം സിമ്പിൾ ആയിട്ട്. അതായത് ഞങ്ങളുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് അനാലിസിസ് സിസ്റ്റം ആണ്. 95% ഇതിൽ പഠിക്കാനുള്ള മേജർ കാര്യം ഈ ബോക്സ് ആണ്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ചെറിയ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ ഒരു എൻട്രി എടുത്തു. ആ എൻട്രി എടുത്ത റീസൺ ഇവിടെ ഒരു സ്ട്രോങ് സെല്ല് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്ട്രോങ് സെല്ല് ഇവിടെ വരാന്ന് പറയുന്നത് 50% കൺഫർമേഷൻ ഉണ്ടാകുമ്പോഴാണ് ഒരു സ്ട്രോങ് സെല്ല് ഇവിടെ പ്ലേസ് ആയി മാർക്കറ്റിൽ പ്ലേസ് ആയിട്ട് വരുന്നത്. 50% കൺഫർമേഷൻ ഈ ഒരു സ്ട്രോങ് സെല്ലിലുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, 50%. അപ്പൊ ഇവിടെ മാർക്കറ്റ് ഇവിടെ നന്നായി. ഈ എൻട്രി എടുത്തതിന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവിടെ സെല്ല് വന്നു. ഈ സെല്ല് എൻട്രി വരുന്നത് ഓൾമോസ്റ്റ് 6:55 ഈ സെല്ല് എൻട്രി വന്നത്. നമ്മൾ എൻട്രി എടുക്കുന്നത് ഈ ക്യാൻഡിലാണ്, 8:30 ക്യാൻഡിൽ ഇവിടെ എൻട്രി എടുത്തത്. ഇവിടുന്ന് എൻട്രി വന്നു. എൻട്രി എന്നായി മാർക്കറ്റ് സപ്പോർട്ടിന് മേലിലേക്ക് പോയി
ഒരു സപ്പോർട്ട് മേലെ എടുത്തു. ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്, സ്ട്രോങ് സപ്പോർട്ടാണ്, ഇതൊരു സ്ട്രോങ് സപ്പോർട്ടാണ്, ഇതൊരു സ്ട്രോങ്. ഇവിടെ 3 സ്ട്രോങ് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ആ സമയവും മാർക്കറ്റ് എന്താണ്, നമ്മൾ ഈ ബോക്സ്, ഈ 12 ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താക്കുക, ഒരു എൻട്രി എടുക്കുന്ന സമയം. അപ്പൊ ഇവിടെ എൻട്രി എടുക്കുന്ന സമയം ഈ ബോക്സ് കംപ്ലീറ്റ്ലി ബിയറിഷിലേക്കുള്ള അലൈൻഡ് ആണ്. മാർക്കറ്റ് ബിയറിഷിലേക്കുള്ള കാര്യങ്ങൾ, അതായത് മാർക്കറ്റ് സ്റ്റാറ്റസ് ബിയറിഷ് ആണ്, ട്രെൻഡ് അലൈൻഡ് ആണ്. അതായത് 50 മിനിറ്റിലും 5 മിനിറ്റിലും ഒരേ ട്രെൻഡ് ബിയറിഷ് ആണ്. ഇത് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബുള്ളിഷ് ബിയറിഷിലേക്ക് വരുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. ഓക്കെ, ഇത് റീറ്റെയിൽ ഫ്ലോ കുഴപ്പമില്ല. ബിയറിഷിലേക്ക് വരുമ്പോൾ വോളിയം പ്രഷർ ബിയറിഷ് ആണ്. കാര്യങ്ങളൊക്കെ എന്താണ്, ഈ ട്രേഡിന്റെ റിസ്ക് എന്ന് പറയുന്നത് 2%. നമ്മളിവിടെ 2% റിസ്ക് ഈ ട്രേഡിന് എന്താക്കണം, നമ്മളിതാ $2 ഇവിടെ റിസ്ക് കീപ്പ് ചെയ്തു. $2 റിസ്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡ് എന്താക്കാം, അറ്റംപ്റ്റ് ചെയ്യാം. ഇത്രയും സിമ്പിൾ ആയിട്ടാണ് നമ്മൾ എന്താക്കേണ്ടത്. ഒരു എൻട്രി വന്നു കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾ വാച്ച് ചെയ്ത് കൊണ്ടെന്നാക്കാം നമുക്ക് അവിടെ ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതാണ്, ഇത്രയേ ഉള്ളൂ. സിസ്റ്റം ഇത്രയേ ഉള്ളൂ, കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അത് ഓരോ 1-2 ദിവസം നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇവിടെ എൻട്രി എടുത്തതിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത്ര കാര്യങ്ങളെ ഞാൻ നോക്കിയിട്ടില്ലോ എൻട്രി എടുക്കാന്നുള്ളത്. എത്ര ആൾക്കാർ എൻട്രി എടുത്തിട്ടുണ്ട്? എൻട്രി എടുത്ത ആള് ഓക്കെ, എൻട്രി എടുത്ത് ഇപ്പൊ ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായ കുറച്ച്, ഞാൻ ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞു തരാം. ഇന്ന് എന്തൊക്കെയാണ് മാർക്കറ്റിൽ ഉണ്ടായ ഇന്നത്തെ ഒരു മാർക്കറ്റ് ട്രെൻഡ് ഞാൻ പറഞ്ഞു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് ഓക്കെ 13-ാം തീയതി. ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പണിംഗ് വരുന്നത്. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആവല് ഇവിടെയാണ് ഇന്നത്തെ ഡേ. അതായത് മാർക്കറ്റ് ക്ലോസിങ് വരുന്നത് 14-ാം തീയതി. ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ആവുന്നത്. അപ്പൊ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് എത്ര സിസ്റ്റം നമുക്ക് ഉണ്ടായി, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇന്ന് കിട്ടിയെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും ഒന്ന് വാച്ച് ചെയ്ത് വരാം. ഇന്നത്തെ മാർക്കറ്റിൽ ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഇന്ന് നമുക്ക് മേജറായിട്ട് ഉണ്ടായ കാര്യങ്ങൾ 1 by 1 ആയിട്ട് ഞാൻ പറഞ്ഞു തരാം എന്താണ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, 1 by 1 ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ മാർക്കറ്റിൽ നമുക്ക് ഓക്കെ ഈ എൻട്രി വരുന്നത് ഇന്നലെ രാത്രി, അതായത് 12 മണിക്കാണ് ഈ എൻട്രി. ഇന്നലെ രാത്രി വന്ന എൻട്രിയാണ്, ഇന്നലെ നൈറ്റ് വന്ന ഒരു എൻട്രിയാണ് ഈ ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത്. ഇത് ഓൾമോസ്റ്റ് TP2 കംപ്ലീറ്റ് ചെയ്ത, TP1 കംപ്ലീറ്റ് ചെയ്ത ഒരു സ്ട്രോങ് എൻട്രിയാണിത്. ഈ എൻട്രി കംപ്ലീറ്റ് ആയതിനു ശേഷം അവിടുന്ന് അടുത്തൊരു എൻട്രി വന്നു, എക്സോസ്റ്റ് വന്നു, മാർക്കറ്റിൽ നിന്ന് ഒരു സ്ട്രോങ് സപ്പോർട്ട് വന്നു, അടുത്തൊരു സെൽ എൻട്രി വന്നു. രണ്ടാമത്തെ എൻട്രിയാണ് ഇത്. ഓൾമോസ്റ്റ് വരുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 1:15 വന്നൊരു എൻട്രിയാണ്. ഈ എൻട്രി ഫിനിഷ് ആയത് TP3 ഫിനിഷ് ആയ ഒരു എൻട്രിയാണ്. TP3 ഇവിടെ എത്തി, ഇവിടെ സ്ട്രോങ് സപ്പോർട്ട് വന്ന് ഇവിടെ നിന്ന് എക്സിറ്റ് ആകാൻ പറഞ്ഞു. ഈ എക്സിറ്റ് ആവലോട് കൂടി മാർക്കറ്റ് നമുക്ക് അടുത്ത ഒരു എൻട്രി, അതായത് 1, 2, ഒരു 15 മിനിറ്റ് ശേഷം അടുത്ത 4:30 വന്നൊരു എൻട്രിയാണ്. മാർക്കറ്റ് ഓപ്പണിംഗ് മോർണിംഗ് 4:30 അടുത്തൊരു എൻട്രി നമുക്ക് ഇവിടെ കിട്ടി. ആ ഒരു എൻട്രി TP3 ഹിറ്റ് ചെയ്തു. ആദ്യം ഈ എൻട്രി ഇവിടെ നിന്ന് നമുക്ക് എക്സിറ്റ് വന്നു, ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സിറ്റ് വന്നു. ഈ ഒരു എൻട്രി കിട്ടാത്തവർക്ക്, ഈ 4:35 കിട്ടാത്ത ഒരാൾക്ക് വീണ്ടും 5:35 ഈ ക്യാൻഡിൽ എൻട്രി ചെയ്യാൻ പറഞ്ഞു. TP3 കംപ്ലീറ്റ് ആവുന്ന ക്യാൻഡിലിൽ മാർക്കറ്റിൽ വീണ്ടും ഒരു എൻട്രി ഇവിടെ കിട്ടി. STA എൻറ്റർ എന്ന് പറഞ്ഞത് നമ്മൾക്ക് എൻട്രി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് കിട്ടാത്ത ഒരാൾക്ക് വീണ്ടും എൻട്രി, അത്രയും കൺഫർമേഷനിലാണ് വീണ്ടും ഇവിടുന്ന് ഈ ക്യാൻഡിൽ 5:50 ക്യാൻഡിലും ഒരു എൻട്രി ഇവിടെ കൊടുത്തിട്ടുണ്ട്, എൻട്രി ആവാന്നുള്ളത്. ഈ 2 ക്യാൻഡിൽ എൻട്രി ആവാം. അതേപോലെ 6 മണിക്കത്തെ ക്യാൻഡിൽ എൻട്രി, ചെറിയൊരു എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെയാണ് അതിന്റെ ഇതെല്ലാ എൻട്രി, ഇവിടുന്ന് എടുത്ത എൻട്രിയിലൊക്കെ എക്സിറ്റ് ഇവിടെ മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് എക്സിറ്റ് ആവാൻ വേണ്ടി മാർക്കറ്റ് ഇവിടുന്ന് എക്സിറ്റ് ആയി. അതിനുശേഷം ഒരു 5 ക്യാൻഡിലിന് ശേഷം അടുത്തൊരു എൻട്രി നമുക്ക് എന്തായി, ഈ ഒരു ക്യാൻഡിൽ നിന്നാണ് അടുത്ത എൻട്രി വരുന്നത്. അതായത് ഓൾമോസ്റ്റ് 6:45 അടുത്തൊരു എൻട്രി വന്നു. ആ എൻട്രി ഓൾമോസ്റ്റ് ഒരു 7:35, അതായത് 1 മണിക്കൂറിന് ശേഷം അതെന്തായി, അത് എക്സിറ്റ് കൊടുത്തു. മാർക്കറ്റ് ഓൾമോസ്റ്റ് TP2 എത്തിയൊരു മാർക്കറ്റാണ്. അവിടുന്ന് എക്സിറ്റ് ആകാൻ പറഞ്ഞു. വീണ്ടും മാർക്കറ്റ് എന്തായി ഡൗണിലേക്ക് വന്നിട്ടുണ്ട്. ഈ എക്സോസ്റ്റ് വന്നത് കൊണ്ടാണ്, മാർക്കറ്റിൽ നെക്സ്റ്റ് ഒരു മൂവ്മെന്റ് നടന്നത് കൊണ്ടാണ് അവിടുന്ന് അത് എക്സിറ്റ് വന്നു. ഒരു ഓൾമോസ്റ്റ് TP2 എത്തിയ ട്രേഡ്, TP2 കംപ്ലീറ്റ് ചെയ്ത ട്രേഡാണത്. അതിനുശേഷം നമുക്ക് അടുത്തൊരു എൻട്രി ആണ് 10:45 ചെറിയ ഒരു ബൈ എൻട്രി വന്നു. അത് സ്പോട്ടിൽ എക്സിറ്റ്, ഒരു TP1 എത്തുന്നത് ചെറിയൊരു സ്കാൽപ്പിംഗ് എൻട്രി വന്നു, ചെറിയ രീതിയിൽ വന്നു, സ്പോട്ടിൽ എക്സിറ്റ് ആയിട്ടുണ്ട് മാർക്കറ്റ്. ഇത് എടുക്കുന്നവർക്ക് എടുക്കാം, എടുത്തവർക്ക് ചെറിയൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ലോസ് ഇവിടെ വന്നിട്ടുണ്ടാവും ഈ ഒരു എൻട്രിയിൽ, അത് എടുക്കുന്ന പോലെ എടുത്തിട്ടില്ലെങ്കിൽ. പക്ഷെ ഇത് ലോ വോളിയം ഉള്ളതാണ്. ഇപ്പൊ മാർക്കറ്റ് മിക്കവാറും അത് റിസ്ക് കൂടിയൊരു എൻട്രിയാണ്.
10:40. അതിനുശേഷം നമുക്ക് മാർക്കറ്റിൽ 11:05 ഒരു എൻട്രി, സ്ട്രോങ് എൻട്രി ആണ്, നല്ലൊരു എൻട്രി 11. ഈ എൻട്രി എങ്ങനെ എടുക്കുന്നല്ലേ, ഈ എൻട്രി പൊതുവെ അതായത് ഈ എൻട്രി പൊതുവെ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ എൻട്രി വരുന്ന സമയം മാർക്കറ്റ് സ്റ്റാറ്റസ് എന്താണ്, കണ്ടീഷൻ നോക്കണം. ഇത് മിക്കവാറും 95% ഇവിടെ എന്താണ്, ഒരു ബുൾ ട്രാപ്പോ ബിയർ ട്രാപ്പോ ട്രാപ്പ് ചെക്കിൽ വന്നിട്ടുണ്ടാവും. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ബുൾ ട്രാപ്പോ ബിയർ ട്രാപ്പോ വന്നിട്ടുണ്ടാവും. വോയിസ് ലോ ആണോ? ഓക്കെ, വോയിസ് ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. അപ്പൊ അവിടുന്ന് കംപ്ലീറ്റ് ആയി വീണ്ടും ഈ ഒരു എൻട്രി ഇവിടെ വന്നു. 11:10 വന്ന എൻട്രി. ഓൾമോസ്റ്റ് മാർക്കറ്റ് അത് TP3 കംപ്ലീറ്റ് ചെയ്ത എൻട്രി ആണ്. TP3 ബുള്ളിഷ് ട്രാപ്പ് ഈ ഒരു ഇവിടെ ആയിരിക്കും വരാൻ ചാൻസ് കൂടുതൽ. ബുൾ ട്രാപ്പ് ബിയർ ട്രാപ്പ് ഈ എൻട്രി വാലിഡ്, ഈ എൻട്രി വരുന്ന സമയം ബോക്സിൽ എന്തായാലും കാര്യങ്ങൾ പോസിറ്റീവ് ആവൂല. ഓൾമോസ്റ്റ് അത് ഒരു 10:40 10:40 എൻട്രി ആണത്. അതിനുശേഷം വന്നു ഈ എൻട്രി കംപ്ലീറ്റ് ആവുന്നത് ഓൾമോസ്റ്റ് ഒരു 1:50 ഇത് കംപ്ലീറ്റ് ആയി. വീണ്ടും നമുക്കൊരു 2:15 ഈ എൻട്രി വരുന്നത്. ഈ എൻട്രി TP3 കംപ്ലീറ്റ് ആയ എൻട്രി ആണ് ഇന്നത്തെ. 2:15 ഒരു സ്ട്രോങ് എൻട്രി വന്നു. 2:15 വന്ന എൻട്രി അത് നമുക്ക് TP3 കംപ്ലീറ്റ് ആയി. ഇവിടുന്ന് TP3 കംപ്ലീറ്റ് ആയി ടാർഗറ്റ് എത്തിയ സ്ഥലത്തു നിന്നാണ് ഓൾമോസ്റ്റ് അത് എക്സിറ്റ് വരുന്നത്. 2:15 കൂട്ടം 2:10 വന്ന എൻട്രി നമുക്ക് എക്സിറ്റ് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 4:25. 4:25 മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് വന്നിട്ടുണ്ട്, എക്സിറ്റ് പോയിന്റ് വന്നിട്ടുണ്ട്. TP3 കംപ്ലീറ്റ് ആയി, എക്സിറ്റ് വന്നു. അവിടുന്ന് അടുത്ത ഒരു എൻട്രി ചെറിയൊരു TP1 ഒരു എൻട്രി ആണ് ഒരു 5:10 വന്നത്. 5:10 ചെറിയൊരു എൻട്രി വന്നിട്ട് അവിടുന്ന് മാർക്കറ്റ് എക്സിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൈ എൻട്രി ഇവിടെ വന്നിട്ടുണ്ട്. ഈ 2 എൻട്രി വരുന്ന സമയം ഞാൻ മാർക്കറ്റിലുണ്ട്. ഇത് രണ്ടും വാലിഡ് എൻട്രി അല്ല വന്നത്. ഞാൻ മാർക്കറ്റിലുണ്ടായിരുന്നു. ഈ 2 എൻട്രി വരുന്ന സമയം വാലിഡ് എൻട്രി അല്ല. ചെറിയൊരു എൻട്രി വന്നു, TP1 എത്തി, ഓൺ ദി സ്പോട്ട് റിവേഴ്സിൽ വന്നിരുന്നത്. ബോക്സ് വാലിഡ് അല്ലാത്ത 2 എൻട്രി, അതായത് കൺഫേം കിട്ടിയിട്ടില്ല. അതായത് നമുക്ക് ഒരു 85% കൺഫേം, അതായത് ഒരു ബിലോ 60 ആണ് ഈ 2 എൻട്രിയും വാലിഡേഷൻ ഉണ്ടായത്. ഈ 2 എൻട്രി ഞാൻ മാർക്കറ്റിൽ ഉണ്ടെന്നേരം. അതിനുശേഷം ഇപ്പൊ ലാസ്റ്റ് വന്ന എൻട്രി ആണ് 8 മണിക്ക് ഈ എൻട്രി ആണ് ഇപ്പൊ 8:50. ഈ എൻട്രി ആണ് ഇപ്പൊ ലാസ്റ്റ് വന്ന എൻട്രി. മാർക്കറ്റിൽ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്ന എൻട്രി ആണ്. ഇപ്പൊ ലാസ്റ്റ് വന്നൊരു സെൽ എൻട്രി ആണ്. ഇതിപ്പോ നിലവിൽ കണ്ടിന്യൂ, അതായത് 7:55 ഈ എൻട്രി വരുന്നത്. ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിപ്പോ നിലവിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എൻട്രിയാണ്. അപ്പൊ ഇതെത്രയാണ് ഇന്നത്തെ മാർക്കറ്റിന്റെ കാര്യങ്ങൾ. ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ ഇത്രയാണ് ഇന്നത്തെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതില് ഇന്ന് ഗോൾഡിൽ ട്രേഡ് എടുത്ത എത്ര ആൾക്കാരുണ്ട്? മോർണിംഗിലോ ഈ സമയത്തൊക്കെ ഇതിൽ ഏതെങ്കിലും ട്രേഡ്സ് കിട്ടിയ ആൾക്കാരുണ്ടോ? ഇതിൽ ഏതെങ്കിലും ട്രേഡ്സ് ഇന്ന് കമ്മിറ്റ്മെന്റ് ചെയ്ത ആൾക്കാരുണ്ടോ? ഓൾമോസ്റ്റ് 1 2 എല്ലാം എടുത്തു. ഓക്കെ, ഗുഡ്, എല്ലാം എടുത്ത ആൾക്കാരുണ്ട്. ഓക്കെ, പേഴ്സണലി എനിക്കിന്ന് ഗോൾഡിൽ എൻട്രി ഞാൻ ഇപ്പോഴാണ് എടുക്കുന്നത്. എനിക്കിന്ന് 2 എൻട്രി ഉച്ചക്ക് ഉണ്ടായതിന് BTCയിലും മെറ്റീരിയത്തിലും മോർണിംഗ് എടുത്തിരുന്നു. ഞാൻ പേഴ്സണലി ഞാൻ ഇന്ന് ഗോൾഡിൽ എടുത്തിട്ടില്ല. ഞാൻ BTCയിലും മെറ്റീരിയത്തിലും എത്തിയിട്ട് എൻ്റെ ടാർഗറ്റ് ഒരു $1,200 എനിക്ക് ഇന്ന് ടാർഗറ്റ്. അത് യൂട്യൂബിൽ വരും. ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടില്ല, യൂട്യൂബിൽ വരും. 2 എൻട്രി ഞാൻ ഓൾറെഡി, അപ്പോൾ അത് കംപ്ലീറ്റ് ആയത് കൊണ്ടാണ് ഞാൻ ഈ ഗോൾഡിൽ ഇന്ന് എൻട്രി എടുത്തിട്ടില്ല. എടുക്കേണ്ട ഇത് വന്നിട്ടുണ്ട്, ഞാൻ എടുക്കാണ്ട് തന്നെയാണ് ഓൾറെഡി എടുത്തത് കൊണ്ടാണ്. അപ്പോൾ മോർണിംഗ് എൻട്രി എടുത്തിരുന്നു. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് നമ്മൾ 2 ദിവസം ജോയിൻ ചെയ്ത എല്ലാവർക്കും നമ്മള് 4ാമത്തെ സെക്ഷനാണ്. നമ്മൾ ആദ്യത്തെ ടീമിന് ഏകദേശം എല്ലാവർക്കും കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട്. വലിയ ഡൗട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. കാര്യങ്ങൾ ഏകദേശം ഓക്കെ ആണല്ലേ? നമുക്ക് കാര്യങ്ങൾ പുതിയതായി ജോയിൻ ചെയ്തവർക്കൊക്കെ ഇതിന്റെ ആക്സസ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് അവരെന്തായാലും ആ 2 സെക്ഷൻ നിർബന്ധമായി കംപ്ലീറ്റ് ചെയ്താലേ നമുക്കത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും എന്താണ് എങ്ങനെയാണെന്നുള്ളതിന്റെ.
ഇത് ഓൾമോസ്റ്റ് TP2 കംപ്ലീറ്റ് ചെയ്ത ട്രേഡ് ആണ് കേട്ടോ. ഇത് TP2 ഈ ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ മാർക്കറ്റ്. TP2 കംപ്ലീറ്റ് ചെയ്തൊരു ട്രേഡാണ്. നമുക്ക് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം മാർക്കറ്റ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ആവുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് ഫുള്ളി മാർക്കറ്റിലേക്ക് ഡൗൺ ട്രെൻഡിലേക്ക് വരും. ഇത് നല്ലൊരു സപ്പോർട്ടാണ്. ഇവിടെ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. പമ്പ് ചെയ്യുകയാണെങ്കിൽ ഈ 3 സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റിന് അപ് ട്രെൻഡിലേക്ക് പോകും. പക്ഷെ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് വളരെ ഹൈ ആണ്. ഇത് സ്ട്രോങ് സപ്പോർട്ടാണ്. ഒരു സപ്പോർട്ട് ഇവിടെ അപ് ട്രെൻഡിൽ നമുക്കൊരു 3 സപ്പോർട്ട് ഉണ്ട്. അതന്നെ അത് ഓൾറെഡി TP3 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ട്രേഡിൽ നിന്ന് കംപ്ലീറ്റ് ആയതാണ്. പിന്നെ നമ്മൾ മാർക്കറ്റിൽ വരുന്ന സമയം എന്തെങ്കിലും എൻട്രി എടുക്കാന്നുള്ളതില്ലേ, കംപ്ലീറ്റ് ആയിട്ടുണ്ട് ട്രേഡ്. അപ്പൊ എല്ലാവരും നിങ്ങൾക്കുള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഇനി ആർക്കും ഞാൻ മൈക്ക് ഓപ്പൺ ആക്കുന്നുണ്ട്. പുതിയതായി ജോയിൻ ചെയ്തവർക്ക് നിങ്ങൾക്കായുള്ള ഡൗട്ടുകൾ ചോദിക്കുക. ഇന്ന് എടുത്തവരെന്താണ് അഭിപ്രായങ്ങൾ പറയാ, കാര്യങ്ങളൊക്കെ പറയാ. മൈക്ക് ഞാൻ ഓപ്പൺ ആക്കാം. എല്ലാവരും ഓരോരുത്തർ കൈ പൊന്തിക്ക, കാര്യങ്ങളൊന്നും ഓരോരുത്തർ ചോദിക്കുക. ഓരോരുത്തർക്കുള്ള കാര്യങ്ങൾ ചോദിക്കുക. ഓക്കെ, ഞാൻ മൈക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, സലാം. യെസ് യെസ്. സ്ട്രോങ് ബൈ അവിടെ കാണിക്കുന്നില്ല ഒരു ഇൻഡിക്കേറ്റർ. സ്ട്രോങ് ബൈയുടെ താഴെ എഴുതിയിട്ടുള്ള 43.82 ശരിക്കും 43.82 നല്ലല്ലോ അത് സ്ട്രോങ് ബൈ ഉള്ളത്. അതായത് ഇപ്പൊ നിങ്ങളൊക്കെ ഒനീഡ എന്ന് പറഞ്ഞ ചാർട്ടിലായിരിക്കും. ഓക്കെ, ഈ ക്യാൻഡില് ഇത് ഇവിടുന്ന് ട്രെൻഡ് ഇവിടുന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ട്രെൻഡ് ഈ ക്യാൻഡിൽ കണ്ട ഇവിടെ ഈ ക്യാൻഡിൽ നിന്നാണ് ഈ ട്രെൻഡ് ഈ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ സ്ട്രോങ് കൺഫർമേഷൻ വന്നത് എന്ന് പറഞ്ഞാൽ ഈ 42 ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് കൂട്ടാം. നമുക്കിത് എവിടെ നിന്നാണ്, ഇവിടെ 2 എൻട്രി വന്നിട്ടുണ്ട് ഇവിടെ മാർക്കറ്റിൽ. ഇത് കൺഫേം, ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് ഇതിൽ കാണിക്കുന്നത് ഇപ്പൊ 43.82 കാണിക്കുന്നത് അത് സ്ട്രോങ് കൺഫർമേഷൻ വരുന്ന ആ ഏരിയ ആണ്, ആ ക്യാൻഡിൽ ആ പോയിന്റിലാണ് കാണിക്കുന്നത്. ട്രെൻഡ് ഇവിടുന്ന് മാറി സ്റ്റാർട്ടിങ് ഒരു ട്രെൻഡ് മാറുമ്പോഴാണ് ഈ സാധനം വരുന്നത് മേജറായിട്ട് എൻട്രി. ഇപ്പം ഈ ബൈ എൻട്രി വന്നു കഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിമിറ്റിലല്ല എൻട്രി എടുക്കേണ്ടത്. ലിമിറ്റ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിലല്ല എൻട്രി. മാർക്കറ്റ് കണ്ടീഷൻ, അതായത് സ്ട്രോങ് ബൈ വന്ന സ്പോട്ടിൽ അവിടെ ആയിക്കോളാം എൻട്രി ആയിക്കോളും. ഈ എൻട്രി വന്നത് ഇവിടെയാണ്. സ്ട്രോങ് ബൈ വന്നാൽ നമ്മള് മാർക്കറ്റ് എവിടെയാണ് അവിടെ അങ്ങോട്ട് എൻട്രി ആയിക്കോളാം. അതായത് ഒരു കാര്യം ഇതിൽ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഇവിടെ നിങ്ങൾ റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ കൂടെയല്ല ഇതൊന്നും ഇവിടെ മാർക്ക് ചെയ്യുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ അല്ല. അതായത് ഇന്ന് ഇവിടെ നടന്ന എൻട്രി നോക്കാം. ഇതൊരു റീറ്റെയിൽ ട്രേഡേഴ്സ് പമ്പ് ചെയ്ത എൻട്രി അല്ല ഈ ഒരു എൻട്രി. ഇത് റീറ്റെയിൽ ട്രേഡേഴ്സ് ഇത്ര പമ്പ് ചെയ്യൂല. ഇത് മാർക്കറ്റിൽ ഒരു ടീം, ഒരു ഹ്യൂജ് ടീം, ഒരു കോർപ്പറേറ്റ് ആയിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ബയേഴ്സ്, ഒരു ഹ്യൂജ് ടീം മാർക്കറ്റിൽ എൻട്രി ചെയ്തതാണിത്. ഇതും ഒരു ഹ്യൂജ് ടീം മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് പോയതാണ്. ഇതും ഒരു ഹ്യൂജ് ടീമാണ്. ഇതൊന്നും റീറ്റെയിൽ ട്രേഡേഴ്സിനെ അല്ല ഇവിടെ നമ്മൾ അതായത് ഫോക്കസ് ചെയ്യുന്നത്. ഈ റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ് ഈ 2 എൻട്രി ചെറിയ ഇതും ഇവിടെ ഈ ഒരു സെല്ലും ഈ ഒരു സെല്ലും, ഇത് 2 റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ വന്നതാ. ചെറിയ മൊമെന്റ് ഇവിടെ ടാർഗറ്റിങ് അത് നമ്മൾ ഈ എൻട്രി വാലിഡ് അല്ല ഇന്ന്. അതായത് ഇത് ഇന്ന് വരുന്ന സമയം ബോക്സിൽ നമുക്ക് ബിലോ 60 ആണ് കൺഫർമേഷൻ. ബിലോ 60 ആണ്. ബിലോ 60 ആണ് അതിന്റെ മൊത്തം കൺഫർമേഷൻ ആ ട്രേഡിന്റെ. അതായത് ഒരു ട്രേഡ് വാലിഡ് ആണെങ്കിൽ 85% ആണ് ഒരു വാലിഡ് ട്രേഡ് എന്ന് പറയുന്നത്. ഈ 2 ട്രേഡ് ഞാൻ ഇന്ന് ഈ സമയത്ത് ഞാൻ മാർക്കറ്റിലുണ്ട്. ഇത് രണ്ടും വാലിഡ്, അതായത് നമുക്ക് വാലിഡ് ആയിട്ട് വന്നിട്ടില്ല, അവോയ്ഡ് ചെയ്യാം. ഈ 2നും കണ്ട ലോ വോളിയം, ഈ 2 ട്രേഡിനും ലോ വോളിയം വന്നത് കണ്ടോ. ബാക്കി കംപ്ലീറ്റ് ആയ ഒരു ട്രേഡിന് ലോ വോളിയം ഇല്ല. ഈ ലോ വോളിയം വരുന്ന ട്രേഡ് എന്നാക്കാം അവോയ്ഡ് ചെയ്യാം മാക്സിമം. അതല്ലെങ്കിൽ ചെക്ക് ചെയ്യുക കൺഫർമേഷൻ. ഈ ലോ വോളിയം അധികം ഒന്നാവില്ല, പമ്പ് ചെയ്ത് കയറൂല. അത് ചെക്ക് ചെയ്താൽ മതി കൺഫർമേഷൻ എന്താണെന്നുള്ളത്. ലോ വോളിയം വരുമ്പോൾ ഒന്നുകൂടി കൺഫർമേഷൻ ചെക്ക് ചെയ്യാന്നുള്ളതാണ്. വോളിയം തീരെ കുറവായിരിക്കും.
നമ്മൾ അതാന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എൻട്രി എവിടെയാണ് പ്ലേസ് ആവുന്നത് അവിടെ ഹൈ നിന്ന് ഹൈ വോളിയം ഒന്ന് കാണിക്കുവോ? ഹൈ വോളിയം ഉണ്ടെങ്കിൽ ആ ഹൈ വോളിയം വരും. ഓക്കെ. അതായത് നമുക്ക് ഇതെല്ലാം കണ്ട വീക്ക് സെല്ല്, ഈ വീക്ക് സെല്ലിൽ അവോയ്ഡ് ചെയ്യാം. ലോ വോളിയം വരുന്നത് അതായത് അത് വാച്ച് ചെയ്യുക, കൺഫർമേഷൻ 85% കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം ലോ വോളിയത്തിൽ എന്താക്കുക എൻട്രി ആവാന്നുള്ളതാണ്. അതും നമ്മൾ കീപ്പ് ചെയ്താൽ മതി, ലോ വോളിയത്തിൻ്റെത്. ഈ കാര്യങ്ങൾ എത്ര തന്നെയാണ് അത് ആ രീതിയിൽ ചെയ്യാതെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു 3 മാസം കൊണ്ട് ഏകദേശം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. ഏതാണ് ആ വോളിയം അല്ലേ? ഈ വോളിയം ഇതിലുള്ള വോളിയം അല്ലേ? വോളിയം പ്രഷർ. യെസ്, അതൊക്കെ വോളിയം പ്രഷർ. വോളിയം ഇത് കണ്ട, ഇത് ഇവിടെ കംപ്ലീറ്റ് അല്ലേ ട്രേഡ്? അത് ആ ക്യാൻഡിൽ ഒരു 5 മിനിറ്റിലെ ക്യാൻഡിലിനെയാണ് ആ വോളിയം പ്രഷർ. മാറും. അല്ല ആ വോളി അല്ല പറഞ്ഞത്. അവിടെ നിങ്ങൾ കേട്ട മാറിയതാണ്. ഇതിന്റെ അടിയിൽ വരുന്ന വോളിയാണ് പറഞ്ഞത്, ലോ വോളി. എന്താ ഈ സ്ട്രോങ് ബൈയുടെ അടിയിൽ വരുന്ന ലോ വോളി എന്ന് പറഞ്ഞിട്ട് വരും. അതിനെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് കേട്ടോ. എന്താ ഇവിടെ ബൈയുടെ അടിയിൽ ഈ ഒരു സ്ട്രോങ് ബൈക്കിന്റെ അടിയിലുണ്ടല്ലോ ലോ വോളിയം വരുന്നത്. ഇവിടെ ലോ വോളിയം എന്ന് പറഞ്ഞിട്ട് ഈ സ്ട്രോങ് ബൈയുടെ അടിയിൽ വരും, ചില എൻട്രിയുടെ അടിയിൽ. അങ്ങനെ ഇതുണ്ടെങ്കിൽ അത് വോളിയം കുറവായിരിക്കും ആ എൻട്രിക്ക് എന്നാണ് അതിന്റെ അർത്ഥം. ആ സമയത്ത് എന്താക്കുക, ഡാറ്റ ബോക്സിന്റെ കൺഫർമേഷൻ 85 എബോവ് നിർബന്ധമാക്കിയിട്ട് കിട്ടണം എടുക്കുന്ന സമയം. ഈ എൻട്രി ഞാൻ രണ്ടാമത് എടുത്ത എൻട്രിയാണ്. ഓൾമോസ്റ്റ് TP3 കംപ്ലീറ്റ് ചെയ്ത് രണ്ടാമത് എൻട്രി ആയ ഒരു എൻട്രിയാണിത്. ഈ ഡാറ്റ ബോക്സിൽ എത്ര ശതമാനം ഉണ്ട് എന്ന് കാണിച്ചാൽ ഏറ്റവും നല്ലത്. അതിന്റെ നമ്മൾ പ്രോപ്പർ, അതായത് 85 എത്രത്തോളം നമുക്ക് അത് കിട്ടുന്നത്. ഇപ്പം ഈ ഡാറ്റ ബോക്സിന്റെ കൺഫർമേഷൻ എന്ന് പറയുന്നത് 100 ആണ്. ബിയറിഷിലേക്കുള്ള ഒരു 100 പോയിന്റിലാണ് ഈ ഡാറ്റ ബോക്സ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. ഓക്കെ, 100 ആണ് ഡാറ്റ ബോക്സിന്റെ കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഇതൊരു നമ്മൾ സപ്പോർട്ടിൽ വന്നെടുത്ത ഒരു എൻട്രിയും കൂടിയാണ്. അതായത് മാർക്കറ്റ് വീണ്ടും സപ്പോർട്ടിലേക്ക് പോയി ഇവിടുന്ന്, അതായത് ഓൾറെഡി ഇവിടെ എത്തി, TP3 എത്തി, സപ്പോർട്ട് വന്ന് ഇതെന്തുകൊണ്ട് ഇവിടുന്ന് എടുത്തു. അതായത് ഇത് സ്ട്രോങ് സപ്പോർട്ടാണ്. ബിയറിഷിലേക്ക് വരുന്ന സമയം ഓരോ ഏരിയ സ്ട്രോങ്, ഇങ്ങനെ ഒരു ബിയർ ചിഹ്നം വരുന്നെങ്കിൽ ഓരോ ഏരിയയും സ്ട്രോങ് സപ്പോർട്ട് എടുത്തെടുത്ത് വരുന്നതാണ്. അപ്പൊ ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇത് അടുത്ത സപ്പോർട്ട് താഴെ എടുക്കണം. അപ്പൊ മാർക്കറ്റ് താഴേക്ക് തന്നെ, ഡൗൺ ട്രെൻഡിലേക്ക് തന്നെ താഴേക്ക് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഈ എൻട്രി വന്നത് ഓൾമോസ്റ്റ് എത്ര മണിക്കാണ്? 6:55 വന്ന എൻട്രി ആണ്. ഇതിവിടെ എത്തി, ഇവിടം വരെ മാർക്കറ്റ് റിട്ടേൺ വന്ന് ഇവിടെ സ്ട്രോങ് സപ്പോർട്ട് എടുത്തു. നമ്മൾ എടുക്കുന്ന 8:30ക്കാണ്. ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എടുക്കുന്ന സമയം അരമണിക്കൂർ കൊണ്ട് ഈ ട്രേഡ് ഇപ്പോൾ എടുത്തിട്ട് ഓൾമോസ്റ്റ് അരമണിക്കൂറായി, 28 മിനിറ്റ് ആയി ഈ ട്രേഡ് എടുത്തിട്ട്. ഓൾമോസ്റ്റ് ടാർഗറ്റ് കംപ്ലീറ്റ് ആവാനായി. ടാർഗറ്റിലേക്ക് പോവുകയാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് ടാർഗറ്റ് കംപ്ലീറ്റ് ആവും, മൂവ്മെന്റ് ഉണ്ടെങ്കിൽ. അതില്ലെങ്കിൽ എന്നാവും, അരമണിക്കൂർ കൊണ്ട് എന്നാകണം ആ ട്രേഡ് എന്നാവണം, SL അടിക്കണം. ലോജിക്കൊക്കെ സിമ്പിളാണ്. ഇതിപ്പോ ഇങ്ങനെ മാർക്കറ്റ് ഇറങ്ങുന്നുണ്ട് ഓൾമോസ്റ്റ്. ഇനി എന്നാക്കാം മെല്ലനെ ഈ സമയത്ത് എൻട്രി എന്നാക്കും ഞാൻ ചെയ്യുന്ന സിസ്റ്റമാണ്. ഞാൻ പതിയെ എന്നാക്കും, SLനെ ഞാൻ മാറ്റി അവിടുന്ന്. ഈ ട്രേഡ് SL ഇല്ല, $1 പ്രോഫിറ്റാ, 85 എന്ന് പറഞ്ഞ പ്രോഫിറ്റിലേക്ക് ട്രേഡ് നിൽക്കുന്നത്. അഥവാ മേലിലേക്ക് റിവേഴ്സൽ വരികയാണെങ്കിൽ, അതല്ലെങ്കിൽ ഞാൻ എൻട്രി പോയിന്റിൽ വെക്കും, ലോസ് ഇല്ല. എൻട്രി അല്ല, കുറച്ച് താഴേക്ക് തന്നെ ഞാൻ മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് വെക്കുന്നുണ്ട്. ഈ ട്രേഡ് കംപ്ലീറ്റ് ആണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് $5.
കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ $4 കിട്ടും. 5 മിനിറ്റ് സ്വീപ്പ് ചാർട്ട് വന്നത് ട്രാപ്പാണോ അത്? ഏതാണ് സ്വീപ്പ് വന്നില്ലേ? എവിടെ? ബെയർഷി സ്വീപ്പ് വന്നില്ലേ? താഴത്തേക്ക് മനസ്സിലായിട്ടില്ല. 4360 വന്നല്ലോ മാർക്കറ്റ്. മാർക്കറ്റാണ് ഇതല്ലേ? അതെ. ഇത് ഇവിടെ എത്തി. ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത മാർക്കറ്റ് ഇതാണ് സപ്പോർട്ടിങ് പോയിന്റ്. ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത മാർക്കറ്റ് വീണ്ടും ഒരു സപ്പോർട്ടിന് മേലേക്ക് വന്നു. എന്നാലും SL അടിച്ചിട്ടില്ല. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിന്നാണ് ഒരാൾ ഈ പോയിന്റ് സ്ട്രോങ് പോയിന്റ് വരുന്ന സമയം ഒരാൾ എൻട്രി എടുത്ത് കഴിഞ്ഞാല് ഇതൊരു SL വന്നിട്ടില്ല മാർക്കറ്റ്. ഇവിടുന്ന് ഒരാൾ എൻട്രി എടുക്കുന്ന സമയം, ഒരു സെൽ ഷോർട്ട് എൻട്രി എടുക്കുന്ന സമയം അത് നമ്മൾ നോക്കാം. ഇതുവരെ SL ഇവിടുന്ന് എടുത്തു, ഇവിടത്തേക്ക് ടാർഗറ്റ് വെക്കും. SL ഇവിടെയാണ് 2%. ഇവിടെ വെക്കുന്നത് ഇതുവരെ മാർക്കറ്റ് ഇവിടെ എത്തിയിട്ടില്ല. 6 മണിക്ക് എടുത്തിട്ട് ഹോൾഡ് ആയി കഴിഞ്ഞാൽ ഇതുവരെ മാർക്കറ്റ് ഇവിടെ എത്തിയിട്ടില്ല. SL പോയിട്ടില്ല മാർക്കറ്റ്. ഇതിപ്പോ TP3 ഇപ്പം കംപ്ലീറ്റ് ആവും. ഈ ട്രേഡ് ഇപ്പം നമ്മൾ TP3 കംപ്ലീറ്റ് ആവും. ഓൾമോസ്റ്റ് ഇപ്പൊ 1/2 മണിക്കൂറായി നമ്മൾ ഈ ട്രേഡ് എടുത്തിട്ട്. 5 മിനിറ്റ് ചാർട്ടിൽ ബുൾ ട്രാപ്പ് വിൽ ഷോ ബട്ട് 30 മിനിറ്റ് നോട്ട് ഷോയിങ്. 30 മിനിറ്റിന്റെ ചാർട്ടിൽ ട്രാപ്പ് കാണിക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. 30 മിനിറ്റിന്റെ 30 മിനിറ്റ്സ്, അതായത് നമ്മൾ 5 മിനിറ്റിന്റെ ചാർട്ടിലാണ് ട്രേഡ് എടുക്കേണ്ടത്. നമ്മൾ ഇതിൽ എത്ര ആൾക്കാരാണ് 5 മിനിറ്റ് ചാർട്ടിൽ ട്രേഡ് എടുക്കുന്ന ആൾക്കാരുള്ളത്? ഒന്ന് 5555 എന്ന് പറഞ്ഞ ചാർട്ടിൽ ഇടാം. 5 മിനിറ്റിൽ ട്രേഡ് എടുക്കുന്ന എത്ര ആൾക്കാരുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ചാർട്ടിന്റെ ടൈം ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ. നിങ്ങൾ എടുക്കുന്ന ചാർട്ട്, ഓരോരുത്തരും എടുക്കുന്ന ചാർട്ട് ടൈം ഫ്രെയിം ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ. ഓരോരുത്തരും ട്രേഡ് എടുക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരും ട്രേഡ് എടുക്കുന്ന ടൈം ഫ്രെയിം ഒന്ന് ടൈപ്പ് ചെയ്തിടാം. ഓക്കെ, 15:3:55. 5. ഓക്കെ, ഓരോരുത്തരും ഓരോ മാർക്കറ്റിൽ പല മാർക്കറ്റും ഉണ്ട്. ഓക്കെ, 5 മിനിറ്റ്, അതായത് സ്കാൽപ്പിംഗ് ഏറ്റവും ബെറ്റർ 5 മിനിറ്റിൽ ചെയ്യുന്നതാണ്. സ്കാൽപ്പിംഗ് ഒന്നുകൂടി ബെറ്റർ. നിങ്ങൾക്ക് നിങ്ങളെ അതിൽ എന്തെങ്കിലും സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഇംപ്ലിമെന്റ് ചെയ്യാം. സ്കാൽപ്പിംഗ് ഏറ്റവും ബെറ്റർ 5 മിനിറ്റിൽ ചെയ്യുന്നതാണ്. ഇന്നത്തെ മാർക്കറ്റിൽ ഇപ്പോൾ ബാക്കി നിങ്ങൾക്ക് ചോദിക്കാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാട്ടെ. ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. പുതിയതായി വന്നവരും ചോദിക്കുക. എന്താണ് കാര്യങ്ങൾ ചോദിച്ചോ. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, കുഴപ്പമൊന്നുമില്ല. എന്റെ പേര് അബ്ദുൾ ലത്തീഫാണ്. ഞാൻ കോട്ടയത്താണ്. അപ്പം ഞാൻ കഴിഞ്ഞ 2 എണ്ണത്തിന്റെ കിട്ടിയില്ല. പക്ഷെ അതിന്റെ മാഡം എനിക്ക് അതിന്റെ റെക്കോർഡ് ക്ലാസ് ഇട്ട് തന്നിരുന്നു 2 ദിവസം. അത് കംപ്ലീറ്റ് കണ്ടു. ഒരു ഏകദേശം ഒരു ധാരണ കിട്ടി. അപ്പൊ എനിക്ക് 1-2 കാര്യം അറിയേണ്ടത് വെച്ചാല് നമ്മുടെ ഈ സ്ട്രാറ്റജി വെച്ചിട്ട് ഒരു ദിവസം നമുക്ക് എത്ര അവസരങ്ങളൊക്കെ സാധാരണ രീതി കിട്ടുന്നുണ്ട്? അതായത് ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റിലെ അന്ന് നടക്കുന്ന ബിസിനസ് അനുസരിച്ചുണ്ടാവും. അന്ന് നടക്കുന്ന ബിസിനസിന്റെ വോളിയം അനുസരിച്ചാണ് അവിടെ കിട്ടുന്ന വിന്നിങ് റേഷ്യോ. അതായത് എത്ര പ്രാവശ്യം മാർക്കറ്റിൽ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബയ്യേഴ്സ് കാര്യങ്ങളൊക്കെ ഒരു ദിവസം മാർക്കറ്റിൽ എൻട്രി ആകുന്നു, അത്രയും ഇത് നമുക്ക് കിട്ടും. ഇന്ന് മാർക്കറ്റില് നമുക്ക് ഒരു 3-4 ട്രേഡ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പൊ നിലവിലെ. ഷുവർ, നമുക്ക് ഒരു ദിവസം ഒരു ട്രേഡ് കിട്ടിയാൽ പോലും നല്ല അത് ഷുവർ ആയിട്ട് കിട്ടും. അതായത് ഒരു കാര്യം കൂടെ അറിയാനുള്ളത്, ഞാൻ മറന്നുപോയി. ഓക്കെ ഓർമ്മ ഒന്ന് ചോദിച്ചാൽ മതി. ശരി. ഓക്കെ, അപ്പൊ ചോദിക്കാട്ടോ, ബാക്കി എല്ലാവരും ചോദിക്കുക. ഓക്കെ, ഇപ്പൊ അവിടെ ഈ ട്രേഡ് ക്ലോസ് ആയി. ഈ ട്രേഡ് ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, എത്ര 85 പോയിന്റിലായിട്ട് ക്ലോസ് ആയി. അപ്പൊ SL ഞാൻ അവിടെ ഒന്നാക്കിയതാണ്, ഞാൻ ഇവിടെ കീപ്പ് ചെയ്തതാണ്. ഞാൻ അവിടെ നിന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് മാർക്കറ്റ് അടുത്ത സപ്പോർട്ട് പോകുന്ന രീതിയിലാണ് SL നമ്മൾ ഒന്നാക്കുന്നത്. അവിടെ ഇപ്പൊ നഷ്ടമില്ല.
ആ ട്രേഡ് ക്ലോസ് ആയി അവിടെ. ഞാൻ അതൊന്നാക്കി എസ് എൽ ഇപ്പൊ എനിക്ക് ഞാൻ പ്രോഫിറ്റ് തന്നെയാണ് ക്ലോസ് ആയത്. ഇതാ ഒരു പോയിന്റ്, ചെറിയൊരു പോയിന്റ് പ്രോഫിറ്റിൽ കൂട്ടിക്കതാ 60. ക്ലോസാക്കിയതില്ലേ? അല്ല, അത് ഞാൻ എന്നാക്കി എസ് എൽ താഴേക്ക് വെച്ചു. ഞാൻ നേരത്തെ എസ് എൽ താഴേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എസ് എൽ ഞാൻ വെച്ചത് ഇവിടെ നിന്നാണ് എൻട്രി എടുത്തത് നമ്മള്. എസ് എൽ എവിടെയാ ഉണ്ടായത്? എസ് എൽ ഇവിടെയാ ഉണ്ടായത്. ഇത് 2% റിസ്ക്, $2 റിസ്ക് വെച്ചത് ഞാൻ എന്നാക്കി പ്രോഫിറ്റ് TP2 എത്തിയത് TP1 താഴെ കൊണ്ടുവന്ന് ഞാൻ എന്നാക്കി എസ് എൽ കീപ്പ് ചെയ്തു. അപ്പൊ റിസ്ക് സ്കോർ 10/1 കാണിക്കാറുണ്ടല്ലോ. അവിടെ ഉണ്ട് 10/1. അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സ്റ്റോപ്പ് ലോസ് 1:10 അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് റിസ്ക് വെക്കേണ്ടത് മാത്രമാണ്. ആ ട്രേഡിന്റെ റിസ്ക് മാക്സിമം 3%. അതിൽ കൂടുതലുള്ള റിസ്ക് അവിടെ എടുത്തുകൂടാ. അല്ലാതെ നമുക്ക് 10% വരെ ടാർഗറ്റ് കിട്ടുന്നല്ല. അല്ല, അവിടെ ആ റിസ്ക് മാത്രമാണ്. ഇവിടെ ടാർഗറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് മാർക്കറ്റിൽ അതായത് സ്കാൽപ്പിംഗ് ആണ്. ടാർഗറ്റ് എത്രയാവാം, പക്ഷെ റിസ്ക് സെയിമാ. നമ്മൾ റിസ്ക് മാക്സിമം 3%. നമ്മൾ ഒരു ട്രേഡിൽ എടുക്കാതിന്റെ മാക്സിമം. ഇത് ഉദ്ദേശിക്കുന്നത് 10ന്റെ 4% അങ്ങനെയാണോ? അങ്ങനെയല്ല. ഇത് 10 കൂട്ടിയ 10, അതായത് ഇത് 10% റിസ്ക് ടോട്ടൽ. ഒരു ക്യാപിറ്റലിൽ $100 ആള് ഒരു ട്രേഡ് 10 ആന്ന് കാണിക്കുകയാണെങ്കിൽ 10% റിസ്ക് എടുക്കണം അവിടെ. പക്ഷെ ആ ട്രേഡ് എടുക്കണ്ട. ആ ഒരു ട്രേഡ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണ്ട. 10%. പിന്നെ ഇതില് ആ ഒരു ഗ്രീൻ ആരോ മാർക്ക് കാണാറുണ്ട്. മുകളിലോട്ട് പോകുമ്പോ ഗ്രീൻ ഒരു ആരോ മാർക്ക് വരും, താഴോട്ട് വരുമ്പോ യെല്ലോ വരും. അങ്ങനെ വരുമ്പോൾ എടുക്കാൻ പറ്റുമോ? ഈ ആരോ മാർക്കാണോ? എങ്ങനെ? ഈ ആരോ ആണോ ഈ ക്യാൻഡിൽ അടിയിൽ വരുന്ന? അതെ, ഒരു ആരോ ഉണ്ടാവുമല്ലോ. ഫുള്ളാകുമ്പോ ഗ്രീൻ വരും, വേറാകുമ്പോ യെല്ലോ വരും. അത് ആ ഒരു ക്യാൻഡിൽ സപ്പോർട്ട് കാണിക്കുന്നതാണ്. നമുക്ക് അതിലൊന്നും എടുത്തൂടെ. ട്രേഡ് ഇതിൽ മാത്രമേ എടുത്തുള്ളൂ. സ്ട്രോങ് സെല്ലിലോ? സ്ട്രോങ് സെല്ല് വരുമ്പോൾ മാർക്കറ്റ് കാര്യങ്ങൾ വാച്ച് ചെയ്യുക, അതിന്റെ കൺഫർമേഷനിൽ എടുക്കാം. ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് നമ്മളെ ഡാറ്റ ബോക്സ്, ഇന്നലെ നമ്മളെ ഡാറ്റ ബോക്സ് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. ഒന്നും കൂടി അത് വേണമെങ്കിൽ ഞാൻ ആ ഡാറ്റ ബോക്സ് ഒന്ന് പറഞ്ഞു തരാം. അതായത് ഇപ്പം ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഇന്ന് മനസ്സിലാക്കുക. അതായത് ഞാനിപ്പോ ഈ സെക്കൻഡ് എൻട്രി എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് ഓട്ടോമാറ്റിക് ലോസ് ഇല്ലാതെ ഞാൻ എന്തായി എക്സിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, വാട്ടവർ എത്ര ഇത് കിട്ടിയെന്നല്ല, ലോസ് ഇല്ല. ആ ട്രേഡിൽ ലോസ് ഇല്ലാതെ ട്രേഡ് ഞാൻ എക്സിറ്റ് ആക്കി. അപ്പൊ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെ ലോസ് ഇല്ലാതെ ട്രേഡ് നന്നാക്കാം, നമുക്ക് എക്സിറ്റ് ആണെന്നുള്ളത്. ഞാൻ അത് ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്തായി മേലേക്ക് വന്നു, അത് ആ പ്രോഫിറ്റ് ഉണ്ടാവില്ല, ലോസിലേക്ക് പോകും. എപ്പോഴും പ്രോഫിറ്റിനെ എപ്പോഴും എന്താക്കുക, കീപ്പ് ചെയ്യാൻ പഠിക്കുക. ഇപ്പൊ ഓൾമോസ്റ്റ് 40 മിനിറ്റ് ആയി ട്രേഡ്, 40 മിനിറ്റ് ആയി ഓൾമോസ്റ്റ്. നല്ല മൂവ്മെന്റിൽ അത് 30 മിനിറ്റ് മാർക്കറ്റ് താഴേക്ക് വന്നു. അടുത്ത 30 മിനിറ്റിൽ മാർക്കറ്റ് എന്തായിരിക്കും, അത് SL-ലേക്കായിരിക്കും പോകല്. കണ്ടീഷൻ മാറാം. അപ്പൊ അവിടുന്ന് ഓക്കെ, ആ ട്രേഡ് കംപ്ലീറ്റ്. അടുത്ത ഇതിനെന്താക്കാം, ഇനി വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇത് കംപ്ലീറ്റ് ആയി. ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയ ട്രേഡ് നമ്മൾ വീണ്ടും അതിൽ നിന്നൊരു ചെറിയ ചാൻസ് എടുത്തതാണ്. അങ്ങനെയും ട്രേഡ് എടുക്കാന്ന് ഞാൻ അവിടെ കാണിച്ചതാണ് സപ്പോർട്ട് വന്നതിന് ശേഷം. അപ്പൊ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കാം. നിങ്ങൾക്കുള്ള കാര്യങ്ങൾ ഡൗട്ട് എന്താണെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെയാണ്, കാര്യങ്ങളൊക്കെ ചോദിക്കാട്ടെ. ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും പുതിയ ജോയിൻ ചെയ്തവർക്ക് ചോദിക്കാട്ടെ. നിങ്ങൾക്ക് സെക്ഷൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഡൗട്ട്സ് ചോദിക്കാൻ, നോ പ്രോബ്ലം. അല്ല സാറേ, എൻ്റെ പേര് സലീം എന്നാണ്. ഞാൻ ഇന്നാണ് വരുന്നത്. ശരിക്കും എൻ്റെ ഇത് ജോയിൻ ചെയ്യാൻ പറഞ്ഞത് തിങ്കളാഴ്ച മുതലുള്ള ക്ലാസ്സിലാണ് പറഞ്ഞത്. ഞാൻ ലിങ്ക് കണ്ടുകൊണ്ട് ഇന്ന് ഇതിൽ കയറിയതാണ്. വീഡിയോ തന്നായിരുന്നു. അതിൽ ഫസ്റ്റ് വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടു തുടങ്ങിയുള്ളൂ. അപ്പോഴാണ് ഈ ക്ലാസ്സിൽ ഇത് കണ്ടത്. അപ്പോൾ ഇതിൽ കയറി. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡൗട്ട്, ഈ ട്രേഡിംഗ് വ്യൂ എന്നുള്ള ആപ്പ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇപ്പം ചെയ്യുന്നത് ദെൻ എന്നുള്ള ആപ്പിലാണ്. അപ്പം അത് ഇതിലേക്ക് സപ്പോർട്ട് ആവുകയാണോ ചെയ്യുക? ഇത് തന്നെ നിങ്ങൾ ബൈയും സെല്ലൊക്കെ ചെയ്യുന്നുണ്ട്? അത് കണക്ട് ചെയ്യാം.
പിന്നെ ഞാനിതില് ബൈനാൻസിൽ ഇതിൽ ആഡ് ചെയ്തിരുന്നു ബൈനാൻസ്. പക്ഷെ അതില് എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നില്ല. ഉം. ഇത് കാണിക്കുന്നത് നോൺ ട്രേഡബിൾ സിമ്പിൾ എന്നാണ് കാണിക്കുന്നത്. സാറേ ഞാൻ ഇതിൽ ഇപ്പോൾ ചെയ്യുന്നത് ഓപ്ഷൻസിലും കമ്മോഡിറ്റിയിലും മാത്രമാണ് ഞാൻ ചെയ്യാറ്. ഇതിലിപ്പോൾ ഫോറക്സ് ട്രേഡിംഗ് ആണ് സാറ് കാണിക്കുന്നത്. അപ്പം അതും ഇതിൽ ചെയ്യാൻ പറ്റൂല, അതായത് ഓപ്ഷൻസും കമ്മോഡിറ്റിയും ഒക്കെ. ഓക്കെ, മാറും. ഇനി എനിക്കെന്തോ ഒരു ആക്സസ് തരാമെന്ന് പറഞ്ഞായിരുന്നു. അത് എന്താണ് സംഭവം മനസ്സിലായില്ല. ഓ, ആ ടൂളിന്റെ ആക്സസ് ആണോ എനിക്ക് തരിക? ഇല്ല, ഇതിന്റെ യൂസർ. ഓക്കെ, ഈ ട്രേഡിംഗ് വ്യൂയുടെ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അപ്പം അതിൽ ട്രയൽ വേർഷൻ 30 days, ബാക്കി പേയ്മെന്റ് ആണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ തരുന്ന ഈ ടൂള് പ്രകാരം ആണോ, എങ്ങനെയാ അതിന്റെ ഒരു പറഞ്ഞുതരാമോ? ഓക്കെ, അല്ല, ഈ ഓപ്ഷൻസിൽ എങ്ങനെയാ നമ്മൾ ഇതിനകത്ത് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഡി കെ വരുന്നുണ്ടല്ലോ, നമുക്ക് അതിനകത്ത് ഇതിലേറെ ഒന്നുകൂടി കൺഫർമേഷൻ കിട്ടണല്ലോ. ഈ ഒരു കൺഫർമേഷൻസിൽ മാത്രം നമുക്ക് റേഡ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഓപ്ഷൻസിൽ നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടൊന്ന് കാണിച്ചു തരുമോ? ഇൻഡെക്സ് ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട്. എങ്ങനെ? ഇൻഡെക്സ് ആണോ ഉദ്ദേശിച്ചത്? അതന്നെ, നിഫ്റ്റിയില് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. നിഫ്റ്റിയില് നമുക്ക് ജസ്റ്റ് അല്ല, ഇൻഡെക്സ് ചാർട്ട് കാണിച്ചിട്ട് അവിടെ എപ്പോഴാണോ നമ്മള് ഇത് വരുന്നത് എന്നുള്ളത് അതിനകത്ത് വേറെ സ്പോട്ട് കാണിക്കണ്ട. നിഫ്റ്റിയുടെ മനസ്സിലായി. അതന്നെ പറഞ്ഞത്. ഇൻഡെക്സ് ചാർട്ടിൽ പറയാ. അതിപ്പോ കുറച്ചായിട്ട് മാർക്കറ്റ് ഇങ്ങനെയാണല്ലോ വരുന്നത്. ഇപ്പൊ കുറച്ച് 2 ആഴ്ചയായിട്ട് ഇപ്പൊ മാർക്കറ്റിന്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റ് ക്ലോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് ഒരു 50 പോയിന്റ്, 60 പോയിന്റ് അല്ലെങ്കിൽ 70 പോയിന്റ് ഒക്കെ അപ്പ് വരുന്നുണ്ട് ഇപ്പൊ ഒരു 2 ആഴ്ചയായിട്ട്. അതിപ്പോ നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ നാളെ അപ്പ് തന്നെ ആയിക്കോളണമെന്ന് ഉറപ്പില്ല. ഇങ്ങനെ ആയതുകൊണ്ട് ഒരു ഉറപ്പില്ല. അത് ഇപ്പൊ സാറിന് ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ചത്തെ മാർക്കറ്റ് ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഇതിന്റെ മുമ്പൊക്കെ ഒരു 2 weeks 3 weeks ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കോള് ബൈ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പ്രോഫിറ്റ് ആയിരിക്കുന്നില്ല. ഇത് ഇങ്ങനെ കണ്ടതുകൊണ്ട് ചിലപ്പോൾ കോള് ബൈ ചെയ്ത ആൾക്ക് പ്രോഫിറ്റ് കിട്ടിക്കോളുന്ന യാതൊരു ഓപ്ഷനും ഉണ്ടാവില്ല. നാളെ ചിലപ്പോ സാറേ ഒരു കാര്യം സാറേ, 2 ആഴ്ച മുമ്പെങ്ങാണ്ട് സെബി പുതിയ സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട്. അത് പറയുന്ന കേട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്.
11:35 മാർക്കറ്റ് മോർണിംഗിലോട്ടല്ല പോയിട്ടുള്ളത്. ഇത് അതല്ല ചോദിച്ചത്. ഈ 11:35 മാർക്കറ്റ് മാർക്കറ്റ് 11:35 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 24,320 മുതല് നമുക്ക് 24,400 വരെ പോകും. നമുക്ക് എങ്ങനെ അറിയുന്ന ചോദിച്ചത്. അല്ല, ഈ ഓപ്ഷൻസിൽ 1% ചെയ്യാൻ കഴിയൂലേ? സാറേ ഒരു സംശയം ചോദിക്കട്ടെ. സാറേ എൻ്റെ ലാപ്ടോപ്പ് ചാർജ് തീരാറായി. മറ്റേ ഒരു സംശയം ചോദിക്കാനാ. മാർക്കറ്റ് സ്റ്റാറ്റസ് ബിയറിഷ് സ്റ്റേറ്റ്മെന്റ് ഒരു ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ വോളിയം പ്രഷർ 99 ബുള്ളിഷ്, റിസ്ക് സ്കോർ 1. അപ്പൊ അങ്ങനെ വരുമ്പോ TP3 കൊടുക്കാം. ഞാൻ TR ഹലോ കേൾക്കുന്നുണ്ടോ? ടർക്കി ഫോറക്സ് മാർക്കറ്റ് ടർക്കിയുടെ ഒനേഡ. നോക്കിയ ടർക്കിയുടെ വണ്ണ് റിസ്ക് സ്കോർ 1 വരുമ്പം നമ്മൾ TP3 കൊടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? റിസ്ക് 1 ആണെങ്കിൽ TP3 കൊടുത്താല് അടിക്കത്തില്ലേ? ഞാൻ ട്രേഡ് എടുത്തായിരുന്നു. TP1 ആണ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത്.
കണ്ട് സ്കോർ എങ്ങനെ സ്കോർ എങ്ങനെ മൈനസ് പ്ലസ് അതെങ്ങനെ? സാറേ കമ്പ്യൂട്ടർ സ്ക്രീന് കാണുന്നില്ലല്ലോ. ആ ഓക്കെ. ബുള്ളിഷ് ആവുമ്പോ അവിടെ പ്ലസ് ആവും അല്ലേ? അതാ പ്ലസ് പോയിന്റ്. ഓക്കെ
അലൈൻഡ് എന്നുള്ളതാണ് നമ്മള് പോസിറ്റീവ് എടുക്കേണ്ടത്. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ട് സർ. ഇപ്പൊ ഇതിലൊന്ന് കാണിച്ച് അപ്പൊ തന്നെ ഓഫായി വോളാട്ടിലിറ്റിയില്.
6 മണി കഴിഞ്ഞപ്പോ വന്നിട്ടുണ്ടായിരുന്നു ഡേഞ്ചർ സാറേ. ബ്രോ ചാർട്ടാണ് കാണുന്നത്, PDF അല്ല. ഓക്കെ ഓക്കെ.
ഓക്കെ. എന്റെ കൂടെ ചെയ്യുന്നത് പേഴ്സണൽ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് ആ ഗ്രൂപ്പിലേക്ക് വരുന്ന സമയം അതിൽ നിങ്ങൾ എല്ലാവരും റൂൾസ് ഫോളോ ചെയ്യാൻ മനസ്സിലാക്കും. ഞാനിപ്പോൾ പറയുന്നത് റൂൾസ് നമുക്ക് എല്ലാവർക്കും ഇത് പറയാൻ കാരണം ഇപ്പോൾ നമ്മൾ റൂൾസ് ഫോളോ എവിടെയാണ് ഞാൻ തെറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ അറിയില്ല. കുറച്ച് കണ്ടീഷൻസ് അതുകൂടാതെ ഇതിന്റെ കൂടെ നമ്മൾ സാധനം പറഞ്ഞാൽ അതായത് എത്രയാണ് ഓരോരുത്തർ ചെയ്യാം എത്രയാണ് ഇത്ര 12 മാസത്തേക്ക് 10 പോസ്റ്റുകളാണ്. ഇത് ഇത് രീതിയിൽ ഞാൻ മാർക്കറ്റിംഗ് കൊടുക്കുന്നു. ഈ ഫയൽ നമ്മൾക്ക് ഫയല് ഇപ്പൊ ഒരു ദിവസം ശരിക്കും നമുക്കൊരു 3 ട്രേഡ് ഒക്കെ അല്ലേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇപ്പോ ട്രേഡ് കിട്ടിക്കോളന്നില്ലല്ലോ. ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എൻട്രി ഒക്കെ എങ്ങനെ ബാക്ക് എൻഡിൽ നിന്ന് മനസ്സിലാക്കുന്നത്?
സാറേ ഇന്നത്തെ സെല്ല് 7.55 വന്നത് പ്രൈസ് എത്രയായിരുന്നു സാറേ? 43.90 305. ഓക്കെ ഓക്കെ. ഹലോ, നേരത്തെ ഓപ്ഷൻസിലെ 24,350 കോള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിഫ്റ്റിയില്. അതിലൊരു സ്ട്രോങ് ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് എത്രയിലാ വന്നിട്ടുണ്ടായിരുന്നത്? 340. സ്ട്രൈക്കിലാണോ പറയണത്? 24,350 അല്ല, അതിന്റെ മുമ്പ് 11. ഏതെത്രയാണ്? എന്താ പറയാ, ഏത് അല്ല, അതല്ല, ഏതിനാണ്? 11:30ക്കാണെന്ന് പറഞ്ഞത്, 25-ലോ? 11:30. അപ്പോ ഏത് ടൈം, 5 മിനിറ്റ്, ഏത് ടൈം ഫ്രെയിമിലാണ് വന്നിട്ടുള്ളത്? പ്രൈസ് എത്രയാണ് അതിന്റെ പ്രൈസ്? നൂറ്റി 120-ലാണ്. പതിനൊന്നരക്ക് എൻട്രി വന്നിക്കണത് 120-ല് അല്ലേ? ആണല്ലേ? ആണല്ലേ? അപ്പൊ ഇതില് സ്ട്രോങ് ബൈ 114 കാണിക്കുന്നത് എന്താ? അപ്പൊ ഏത് ക്യാൻഡില്? ടൈം ഫ്രെയിം പറയും. ടൈം ഫ്രെയിം എത്ര മിനിറ്റ്? അതല്ല, സോറി, ഏത് ടൈമിലുള്ള? 10:40. ആ ആ ആ 11:20 അല്ലേ? അപ്പൊ അതിന്റെ ക്യാൻഡിലല്ലോ 115, 15.80. അതല്ല, അപ്പൊ ഇതിനാല് 114 സ്ട്രോങ് ബൈ എന്ന് കൊടുത്തല്ലോ. ഈ ഇതിനകത്തിൽ നേരെ വരുന്നത് 115:35 ക്യാൻഡിലല്ലേ നേരെ ആ ഇത് കാണിക്കുന്നത്, ആ ഒരു ആരോ മാർക്ക് കാണിക്കുന്നത് അല്ലേ? അപ്പൊ ആ ക്യാൻഡിലിന്റെ ലോ 123.75 ആ ക്യാൻഡിലിന്റെ ലോ. അപ്പൊ നമ്മൾ അവിടെ എങ്ങനെ എൻട്രി എടുക്കുക? കാരണം അതില് വന്നിട്ടുള്ളത് സ്ട്രോങ് ബൈ വന്നിട്ടുള്ളത് ആരോ മാർക്കിന് നേരെ വന്നിട്ടുള്ളത് 11:35 ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്.
ആ 11:35 11:35 ക്യാൻഡിൽ എന്ന് വെച്ചാൽ 123 കറന്റ് എൻട്രി കിട്ടുക. അല്ല 123 ആണ് അതിന്റെ ലോ. 123 ആണ് അതിന്റെ ലോ. ഏതിന്റെ 11:35 ആണോ പറയുന്നത്? 123.75 11:35 സ്ട്രോങ് ബൈയോ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓർഡറിൽ എൻട്രി ചെയ്യാ. ടെൻ പെർസെന്റേജ് എന്ന് പറയുമ്പോ മനസ്സിലായി. അല്ല ക്യാപിറ്റലിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ടോട്ടൽ ക്യാപിറ്റലിന്റെ അല്ലല്ലോ, നമ്മള് അതിൽ എൻട്രി ചെയ്യുന്ന ക്യാപിറ്റലിന്റെ അല്ലേ. ഓക്കെ പ്രൈസ് പറയോ, പ്രൈസ് ഒന്ന് പറയോ. മാർക്കറ്റ് ഓർഡറിൽ എൻട്രി എടുത്തു. അതെ, മാർക്കറ്റ് ഓർഡറിൽ എൻട്രി ചെയ്തു. അപ്പൊ ഏതിലെ കിട്ടിയത് നമുക്ക് അറിയില്ല. അപ്പൊ മാർക്കറ്റ് ഓർഡറിൽ എൻട്രി ആയി 123 ആവാം, 125 ആവാം, ഏതാവാം. ഓക്കെ. അല്ല അത് നമ്മള് സ്പോട്ടിൽ നോക്കണ്ടേ അത്? അല്ല നമുക്ക് മറ്റേ ഇതിനകത്ത് സ്ട്രൈക്കിൽ നോക്കിയിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. അല്ല സ്പോട്ടിൽ നോക്കി അതല്ല, സ്പോട്ടിൽ നോക്കി സ്റ്റോപ്പ് ലോസ് വെക്കണ്ട. ഈ സ്റ്റോക്സിന്റെ ഓപ്ഷൻസ് ചെയ്യുമ്പോ ഈ സ്റ്റോക്സിന്റെ ഓപ്ഷൻ
ഓപ്ഷൻസ് ചെയ്യുമ്പോൾ സെറ്റിംഗ്സിൽ എന്തോ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ. അത് നിങ്ങൾക്ക് ഉണ്ടാവാൻ അത് എങ്ങനെയാണ് എല്ലാവർക്കും ഉണ്ടാവുക ക്ലാസ്? സാറേ ഇന്നലെ തന്ന നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്തോളൂല്ലോ. ഓക്കെ. ഓക്കെ, ആയിക്കോട്ടെ.